ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 7 ആണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ജവായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, രാജസ്ഥാനിൽ. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുള്ളൂ രാവിലെ. ആൻഡ് ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി, ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്. കാരണം പുറത്ത് 10 ഡിഗ്രിയേ ഉള്ളൂ. എന്താണ് ജവായി വന്നതിനുള്ള കാരണം, ഇവിടെ ഒരു ലെപ്പേർഡ് റിസർവ് ഉണ്ട്. അപ്പോൾ അവിടെ ലെപ്പേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ജംഗിൾ സഫാരി ഉണ്ട്. അപ്പോൾ കാട്ടിലേക്ക് പോയിട്ട് ലെപ്പേർഡ്സിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതുപോലെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഗേഴ്സ്. DSLR ഉണ്ട്, ചെറിയ ഗോപ്രോ പോലത്തെ ക്യാമറ ഉണ്ട്, പിന്നെ ബീൻ ബാഗ് ഉണ്ട്. ഗീഷു ഇവിടെ റെഡിയാവുന്നു, ഗ്ലൗസൊക്കെ ഇട്ട്. ഞങ്ങൾക്ക് കാട്ടിലേക്ക് പോകാനുള്ള ജിപ്സി വന്നു. ജിപ്സിയിലാണ് സാധാരണ നമ്മൾ കാട്ടിൽ പോകാറ്, ഇന്ത്യയിലെ എല്ലാ ഫോറസ്റ്റിലും. വെട്ടമൊന്നും വീണിട്ടില്ല, ഇതിന് മുമ്പേ അവിടെ എത്താനാണ് പ്ലാൻ. ഈ ജിപ്സിയിൽ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നല്ല തണുപ്പുണ്ട്. ലെപ്പേർഡ്സിനെ കാണാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. നോക്കാം. അങ്ങനെ ഞങ്ങൾ ട്രാക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടി പഗ് മാർക്സ്, അഥവാ ലെപ്പേർഡിൻ്റെ കാൽപ്പാടുകൾ. ലെപ്പേർഡിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്നുകിൽ കാൽപ്പാട് നോക്കി, അല്ലെങ്കിൽ മങ്കീസോ ഡിയേഴ്സോ ഒക്കെ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കും. അലാം കോൾ എന്ന് പറയും അതിന്. അത് കേട്ടിട്ടുമാണ് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത്. അടുത്തുള്ള ഒരു മലയുടെ മുകളിൽ കയറി ഇപ്പം നോക്കുവാണ് ചുറ്റും. ജവായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാറ മുഴുവൻ ഗ്രാനൈറ്റ് ഹിൽസ് ആണ്. ഈ ഗ്രാനൈറ്റ് ഹിൽസിൻ്റെ ഇടയിലെ ചെറിയ ചെറിയ വിടവുകളിലാണ് ലെപ്പേർഡ്സിനെ സാധാരണ കാണാറ്. 60ഓളം പുലികളുള്ള ഈ കാട്ടിൽ റബാറി ട്രൈബ് എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗവും താമസിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും ഒരു പുലി പോലും ഒരു മനുഷ്യനെ ആക്രമിച്ചതായിട്ട് റെക്കോർഡ്സിലില്ല. അത് ജവായിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കുറച്ച് ദൂരെ ഒരു ലെപ്പേർഡും 2 കബ്സും ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ കം ഗൈഡ്. പുള്ളി ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സുഖമൊന്നും അല്ലല്ലോ, ഇത് കാടാണ്. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം ബൈനോക്കുലറൊക്കെ വെച്ച്. ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 8 മണിയായി. ഈ ബാക്കി കാണുന്ന മലയിലുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഒരു മദർ ലെപ്പേർഡും 3 കബ്സും ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് 40 ലെപ്പേർഡ്സ് ഉണ്ട്. ഏതെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. ഈ കാണുന്ന ഗുഹയ്ക്കുള്ളിലാണ് കേട്ടോ പുലികളുള്ളത്. നമ്മൾ അവിടെ നിന്ന് ഓടിയെത്തിയപ്പോഴേക്കും അവരകത്തേക്ക് കയറിപ്പോയി. ഇവന്മാരാണ് ലങ്കൂർസ് അഥവാ ഹനുമാൻ കുരങ്ങൻ. പുലികളെ കാണുമ്പോൾ ഇവരുണ്ടാക്കുന്ന ഒരു ശബ്ദം, അതായത് അലാം കോൾ, അത് കേട്ടിട്ടാണ് നമ്മൾ പുലികളെ ട്രാക്ക് ചെയ്യുന്നത്. കുറേ നേരം അവിടെ നിന്നിട്ടും പുലികളൊന്നും ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണേ. എന്തായാലും ഇവിടെ വന്നത് വെറുതെ ആയില്ല. ഇവിടെ പാറയുടെ മുകളിൽ വെയിൽ കാഞ്ഞുകൊണ്ട് ഒരു ആൺപുലി കിടപ്പുണ്ട്. നമുക്ക് ആക്ച്വലി ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പാറയുടെ മുകളിൽ കിടന്ന് പുലി ഉറങ്ങുന്നുണ്ട്. ചോട്ടേഖാൻ എന്നിവർ വിളിക്കുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മെയിൽ ലെപ്പേർഡാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവൻ്റെ ടെറിട്ടറിയിലാണ്.
ഒന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ദേ ആശാൻ നമുക്കൊരു ലുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ദേ അവൻ തിരിച്ചു പോവുക. കുറച്ച് നേരം സൈറ്റിംഗ് ഒക്കെ തന്ന് എല്ലാവരെയും കണ്ട ശേഷം മെല്ലെ ഗ്രാനൈറ്റ് റോക്സിനുള്ളിലേക്ക്. മോർണിംഗ് സഫാരി ടൈം ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിനിയും പുറത്തേക്ക് പോവാണ്. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം വന്നിട്ടൊന്നും കാണാതെ പോകേണ്ടി വന്നില്ല. ഒരു മെയിൽ ലെപ്പേഡിനെ തന്നെ കണ്ടു. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ലെപ്പേഡിനെ കണ്ടു. ഓൾമോസ്റ്റ് 3 മണിക്കൂർ സെർച്ച് ചെയ്ത് ലാസ്റ്റ് കണ്ടു. ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയിൽ നിർത്തി. അവിടുന്ന് എന്തോ ഒരു ബജ്ജിയോ പക്കോട എന്തോ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം, രുചിയുണ്ട്. സൂപ്പർ സാധനം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ടീ എത്തിയിട്ടുണ്ടേ. ഇവിടെയൊക്കെ ചായ കിട്ടുന്ന ഈ മണ്ണിൻ്റെ ഇതിലാണ്. ഇത് ആക്ച്വലി ഡിസ്പോസിബിൾ ഗ്ലാസിനേക്കാളും ചീപ്പാണ് ഇവിടെയൊക്കെ. ശരിക്കും പറയാം, ഇത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഗ്ലാസ് പോവുക. ചായ സൂപ്പറാണ്. ഇതിനകത്ത് ഇഞ്ചി, ഏലക്ക തുടങ്ങിയ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? One of the best tea I have ever had. രാവിലത്തെ സഫാരി കഴിഞ്ഞു. അപ്പോൾ ഒരു ലെപ്പേഡിനെ കണ്ടു. ഇനിയിപ്പം ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പം വീണ്ടും പോകും. ഈ വണ്ടിയിലാണ് നമ്മൾ സഫാരി പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പൊഹ. ഇതിൽ ചെറിയ പൊഹയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയായി. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് രണ്ടാമത്തെ ജംഗിൾ സഫാരിക്ക് പോവാണ്. അപ്പം ഇപ്പോൾ താമസിക്കുന്ന ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വേണം കാട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഈ കാട്ടിൽ കയറിയപ്പോൾ തന്നെ എവിടെയോ 2 ലെപ്പേർഡ് കബ്സ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഗൈഡ് അങ്ങോട്ട് കത്തിച്ച് വിടുവാണ്. സത്യം പറഞ്ഞാൽ അതൊരു റോളർ കോസ്റ്റർ റൈഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം പതിയെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുമ്പോഴത്തേക്ക് മൃഗങ്ങൾ അവരുടെ പാട്ടിന് പോകും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തണം. നിങ്ങൾ ഈ എൻ്റെ കൈ ഇരിക്കണ ഈ ഇതേ കണ്ടോ, ഈ കുഞ്ഞി പാറ കണ്ടോ? ഇവിടെ നമുക്ക് 2 ലെപ്പേർഡ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യാമറയിൽ നമുക്ക് സൂം ചെയ്താൽ അതിനെ കാണാൻ പറ്റത്തില്ല. സോ ഗൂഗിൾ എടുത്തോണ്ടിരിക്കുകയാണ്. വിഷ്വൽ കാണിക്കും. ദേ ഒന്ന് നോക്കിക്കേ, വെറും 5 മാസം മാത്രം പ്രായമായ 2 കുഞ്ഞിപ്പുലികൾ. തണുപ്പായതുകൊണ്ട് തന്നെ അവർ വലിയ ആക്റ്റീവ് ഒന്നുമല്ല, അവരിങ്ങനെ ഇരിക്കുകയാണ്. അത്യാവശ്യം ദൂരെ ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ദേ പുല്ല് തിന്നുന്ന പുലി. ഗതികെട്ട പുലി പുല്ലും തിന്നുന്ന കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. പുലികളെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആനിമലാണ് ഈ പുലി അഥവാ ലെപ്പേർഡ്.
കാരണം ഇവർ കൊടുങ്കാട് മുതൽ മുംബൈ സിറ്റിക്കുള്ളിൽ വരെ താമസിക്കുന്നുണ്ട്. ജവായിലെ പുലികളുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില്ലേജേഴ്സ് വളർത്തുന്ന പശുക്കളും കാളയും ഒക്കെ തന്നെയാണ്. അത് കൂടാതെ കാട്ടുപന്നിയും പിന്നെ നീൽഗായ് എന്ന് പറയുന്ന ഒരു തരം ആനിമലും ഒക്കെ ഇവർ ഹണ്ട് ചെയ്യാറുണ്ട്. ഒരു ആടിനെ പുലി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥന് 2000 രൂപ നഷ്ടപരിഹാരം ഈ സഫാരി ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസേഴ്സ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലേജേഴ്സും ഹാപ്പി, പുലികളും ഹാപ്പി. ദേ അങ്ങനെ 2 പേരും എണീറ്റു. ഇനി ചിലപ്പോൾ ഓടി കളിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇല്ല, വീണ്ടും അവർ ഇരിപ്പുറപ്പിച്ചു. നല്ല തണുപ്പാണ്, ഏകദേശം 5 ഡിഗ്രിയേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും അവരും ഇന്നത്തെ സൈറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഇതേ അകത്തേക്ക് കയറി പൊക്കോണ്ടിരിക്കുക. സഫാരി ടൈം ഏകദേശം കഴിയാറായി. ഞങ്ങളപ്പോൾ ഒരു ഹില്ലിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക സൺസെറ്റ് കാണാൻ വേണ്ടി. ജവായ് സഫാരി ബുക്ക് ചെയ്യാനുള്ള കോണ്ടാക്റ്റും അതിൻ്റെ എമൗണ്ടും ടൈമിങ്ങും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേ നല്ല കിടിലൻ സൺസെറ്റ്. ദേ ഒരു കാട്ട് ക്യാമൽ നിന്ന് കാക്ടസ് കഴിക്കുന്നു. അതിൻ്റെ സൈസ് അറിയണമെങ്കിൽ ഇതേ സൈഡിൽ കൂടെ പോകുന്ന ജീപ്പുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. സണ്ണിൻ്റെ ഒരു കളർ കണ്ടോ, നല്ല ചുമന്ന്. മഞ്ഞ് കൊണ്ടോ പൊടി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും കേട്ടോ ഇത്രയും കളറ്. ദേ ഒരു നീലപ്പൊന്മാനും ബാക്കിൽ സൂര്യനും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജവായ് കാഴ്ചകൾ. രാജസ്ഥാനിലെ ജയ്സൽമേറും ഥാർ മരുഭൂമിയുടെ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബായ്.